നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നൂഡിൽസ് കൊണ്ടുള്ളൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഡിഷാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അടുപ്പത്തേക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള, ഒരു ചെറുതാണ്, ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ചെറിയ സബോള അരിഞ്ഞു വെച്ചതാണ്, അത് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 1/2 കഷ്ണം ടൊമാറ്റോ ആണ്, തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളി ആയിരുന്നു, അത് കാരണം അതിൻ്റെ ഒരു പകുതി കഷ്ണം മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. തക്കാളി ഇതിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് മിക്സായി ഒന്ന് വാടി വരണം, അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മാഗിയുടെ ചിക്കൻ നൂഡിൽസ് ആണ് എടുത്തിരിക്കുന്നത്. സത്യത്തിൽ എനിക്ക് ചിക്കൻ നൂഡിൽസിനേക്കാളും താല്പര്യം മസാല നൂഡിൽസ് ആയിരുന്നു. പക്ഷേ ഇത് വാങ്ങിക്കൊണ്ടുവന്നത് ഹസ്ബൻഡാണ്, അപ്പോൾ ആൾ ചിക്കൻ നൂഡിൽസ് ആണ് വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ചിക്കൻ നൂഡിൽസിലുള്ള ചെറിയൊരു മസാലയുടെ സാഷ ഉണ്ടാവുമല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇതുവരെ ഇങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കി നോക്കാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. വല്ലപ്പോഴൊക്കെ ഒരു നൂഡിൽസ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ദിവസവും കഴിക്കാതിരുന്നാൽ മതി. വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ ഒക്കെ നൂഡിൽസ് കഴിക്കുന്നതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ്, മാഗിയുടെ. ഇനി ഇതിലതൊന്ന് കിടന്ന് വെന്ത് വരണം. ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ. മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 2 മുട്ടയാണ്. മുട്ട പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുത്ത് അതിൻ്റെ നടുവിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. രണ്ട് മുട്ടയാണ് നമ്മൾ പൊട്ടിച്ചൊഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇതുവരെ നമ്മൾ വേറെ ഉപ്പൊന്നും ഇതിൽ ചേർത്തിട്ടില്ല, കാരണം ആ നൂഡിൽസിൻ്റെ ഇതിൽ ഉപ്പിൻ്റെ അംശം നന്നായി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഈ മുട്ടയിലേക്ക് ആവശ്യമായ പെപ്പറും ഉപ്പും കൂടിയുള്ളതാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ളതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയിലേക്ക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിനൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നൂഡിൽസാണ്. പ്രത്യേക ടേസ്റ്റ് ഉള്ള ഒരു നൂഡിൽസാണ്. ഇങ്ങനെ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.